കൊച്ചിയിൽ നിന്നുള്ളതാണ് ആ പുതിയ ദൃശ്യങ്ങൾ. അനന്തകുമാറിനെ NGO കോൺഫെഡറേഷൻ ഓഫീസിലേക്ക് എത്തിക്കുകയാണ് തെളിവെടുപ്പിന് വേണ്ടി. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. തെളിവെടുപ്പിന്റെ ഭാഗമായാണ് അവിടേക്ക് എത്തിക്കുന്നത്. ബിനിലുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. നാഷണൽ NGO കോൺഫെഡറേഷൻ ഓഫീസിലാണ്. വൈറ്റില കൊന്നുരുന്നിയിലെ ഓഫീസിലേക്കാണ് കൊണ്ടുവരുന്നത്. ഈ തട്ടിപ്പിനൊക്കെ കേന്ദ്രമായി മാറിയത് ആ ഓഫീസാണ് എന്ന തരത്തിൽ നേരത്തെ പോലീസിന് പരാതിക്കാർ വിവരം നൽകുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ തെളിവെടുപ്പിന് വേണ്ടി അവിടേക്ക് കൊണ്ടുവന്നത്. നാഷണൽ NGO കോൺഫെഡറേഷൻ ഓഫീസ് വൈറ്റില പൊന്നുരുന്നിയിലാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി മുഖ്യ പ്രതിയെ എത്തിച്ചിരിക്കുന്നത്. തട്ടിപ്പ് കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കേരള നാഷണൽ NGO കോൺഫെഡറേഷൻ കൊച്ചിയിലെ ഓഫീസ് വൈറ്റില പൊന്നുരുന്നിയിലെ ഓഫീസിലേക്കാണ് ഇപ്പോൾ അനന്തു കൃഷ്ണനെ കൊണ്ടുവരുന്നത്. ബിനിൽ അവിടെ നിന്ന് വിവരങ്ങളുമായി അല്പസമയത്തിനകം ചേരും. കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. NGO കോൺഫെഡറേഷൻ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് അനന്തു പ്രവർത്തിച്ചത് എന്ന നിലയിലാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. അനന്തു കൃഷ്ണനെ NGO കോൺഫെഡറേഷൻ ഈ പദ്ധതി നിർവഹണത്തിനായി ചുമതലപ്പെടുത്തുകയായിരുന്നു എന്ന നിലയിലാണ് അതിൻ്റെ രേഖകളിൽ ഉള്ളത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരവും തെളിവും. NGO കോൺഫെഡറേഷൻ്റെ ഡയറക്ടർമാരെ ഉൾപ്പെടെ പ്രതികളാക്കാനുള്ള നീക്കവും പോലീസിൻ്റെ ഭാഗത്ത് തുടങ്ങുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. വിപുലമായ സംഘമായിരിക്കും സംസ്ഥാനത്തെമ്പാടും രജിസ്റ്റർ ചെയ്ത കേസുകൾ അന്വേഷിക്കുക. അനന്തു കൃഷ്ണൻ NGO കോൺഫെഡറേഷനിലെ ഉൾപ്പെടെ നിരവധി ആളുകൾക്കും പൊതുപ്രവർത്തകരായവർക്കുമൊക്കെ പണം വീതിച്ചു നൽകി എന്ന കണ്ടെത്തലുമുണ്ട്. ബിനിൽ ലഭ്യമാണ്. ബിനിൽ, NGO കോൺഫെഡറേഷൻ്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ അനന്തു കൃഷ്ണ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ അവിടെ നിന്ന് ശേഖരിക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്? NGO കോൺഫെഡറേഷൻ്റെ ഈ പ്രൊജക്ട് ഓഫീസിൽ വെച്ചാണ് ഈ തട്ടിപ്പുകളെല്ലാം നടപ്പാക്കുകയും അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. കാരണം NGO കോൺഫെഡറേഷൻ്റെ പേരിലാണ് ഈ സംസ്ഥാന വ്യാപകമായി പാതി വിലയ്ക്ക് സ്ത്രീകൾക്ക് ഈ സാധനങ്ങളെല്ലാം വിതരണം ചെയ്തിരിക്കുന്നത്. ആ പ്രധാനപ്പെട്ട ഓഫീസിലേക്കാണ് ഇപ്പോൾ അനന്തു കൃഷ്ണനെ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1.5 മാസമായി ഈ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ജീവനക്കാരടക്കം ആരും എത്തുന്നില്ല. ഇപ്പോൾ അനന്തു കൃഷ്ണനെ പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടി പോലീസ് ശ്രമിക്കുകയാണ്. കാരണം ഈ ഓഫീസ് കഴിഞ്ഞ കുറച്ചധികം കാലമായി അടച്ചിട്ടിരിക്കുകയാണ്. ഈ മുകളിലേക്ക്, അതായത് ഓഫീസിലേക്ക് അനന്തു കൃഷ്ണനെ കൊണ്ടുവരികയാണ്. മാധ്യമങ്ങൾ ആവർത്തിച്ച് ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് ചോദിക്കുന്നു. പക്ഷേ അനന്തു കൃഷ്ണൻ ഒന്നും തന്നെ പറയുന്നില്ല. അനന്തു കൃഷ്ണനെ ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഓഫീസിന് ഉള്ളിലേക്ക് പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. ആ പ്രോജക്റ്റ് ഓഫീസ് കഴിഞ്ഞ 1.5 മാസമായി അടഞ്ഞു കിടക്കുകയാണ്. ഈ പ്രോജക്റ്റ് ഓഫീസിലെ രേഖകളൊക്കെ തന്നെ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രോജക്റ്റ് ഓഫീസിൽ ഇതിൻ്റെ ബൈലോ അടക്കമുള്ള രേഖകളുണ്ടായി. ഈ ബൈലോ കണ്ടെടുക്കുക എന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ബൈലോ പ്രകാരമാണ് ഈ സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ ഇതെല്ലാം പാതി വിലയ്ക്ക് നൽകുന്നതിന് വേണ്ടി അനന്തു കൃഷ്ണനെ ഈ സംഘടന ചുമതലപ്പെടുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ കണ്ടെടുക്കേണ്ടത് ഈ ഓഫീസിൽ നിന്നാണ്. അതുകൊണ്ടാണ് അനന്തു കൃഷ്ണനെ ഈ ഓഫീസിനുള്ളിലേക്ക് ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ വെച്ച് അനന്തു കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് ആ ബൈലോകൾ കണ്ടെടുക്കാനുള്ളൊരു ശ്രമവും അതോടൊപ്പം തന്നെ മറ്റ് നടപടികളും പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഈ ബൈലോ ഭേദഗതി ചെയ്തുകൊണ്ടാണ് അനന്തു കൃഷ്ണന് ഈ പദ്ധതി നടപ്പിക്കലിന്റെ മുഴുവൻ ചുമതലയും കൈമാറിയത്. ബിനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റില പൊന്നുരുന്നിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഹലോ, നാഷണൽ NGO കോൺഫെഡറേഷൻ പ്രൊജക്ട് ഓഫീസ് എന്ന ബോർഡൊക്കെ അവിടെ നമുക്ക് കാണാം. കഴിഞ്ഞ 1.5 മാസമായി ആ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല. അവിടേക്കാണ് ഇപ്പോൾ അനന്തു കൃഷ്ണനെ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത്. ബിനിൽ, തെളിവെടുപ്പിനായി ഇപ്പോൾ അനന്തു കൃഷ്ണനെ അവിടേക്ക് എത്തിച്ചു. കേസിൽ വിപുലമായ അന്വേഷണത്തിന് വേണ്ടിയുള്ള പുതിയ ടീം രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ തന്നെ. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറാൻ പോകുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഈ അനന്തു കൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചോ?
ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും അനന്തകൃഷ്ണൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലേക്ക് പോകുന്നതിന് മുൻപ് ജയിലിന് പുറത്തേക്ക് ഇറക്കിയപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വരും, പോലീസ് അന്വേഷണത്തിലൂടെ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമെന്ന് മാത്രമായിരുന്നു അനന്തകൃഷ്ണൻ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യത്തെ തെളിവെടുപ്പ് നടന്നത് തൊടുപുഴയിലും അതോടൊപ്പം തന്നെ ഇരാറ്റുപേട്ട മേഖലയിലുമാണ്. അവിടെ വെച്ച് മാധ്യമങ്ങളോടും ഒന്നും പ്രതികരിക്കാൻ അനന്തകൃഷ്ണൻ തയ്യാറായില്ല. ഇപ്പോൾ ഈ പ്രോജക്ട് ഓഫീസിൽ എത്തിച്ചപ്പോഴും ആവർത്തിച്ച് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ചോദ്യം രാഷ്ട്രീയക്കാർക്കടക്കം പണം നൽകിയതിനെ കുറിച്ചായിരുന്നു. പക്ഷേ ഒരക്ഷരം ഇതേക്കുറിച്ച് അനന്തകൃഷ്ണൻ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ നാഷണൽ NGO കോൺഫെഡറേഷന്റെ പ്രൊജക്ട് ഓഫീസിലാണ് അനന്തകൃഷ്ണൻ എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് പോലീസിന് നിർണായകമായ ചില രേഖകൾ കണ്ടെടുക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ NGO കോൺഫെഡറേഷന്റെ ബൈലോ ഭേദഗതിയുടെ രേഖകളാണ് ലഭിക്കേണ്ടത്. നേരത്തെ തന്നെ പോലീസിന്റെ കൈവശം ആ രേഖകൾ എത്തിയിരുന്നു. പക്ഷേ അനന്തകൃഷ്ണന്റെ ഓഫീസിൽ നിന്ന് അത് കണ്ടെടുക്കുക എന്നത് നിയമപരമായ ഒരു ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് പോലീസ് ശ്രമിക്കുന്നത്. ഈ ഓഫീസ് 1.5 മാസത്തിലേറെയായി പ്രവർത്തിക്കുന്നില്ല. നേരത്തെ നിരവധി ജീവനക്കാരടക്കം ഉണ്ടായിരുന്നു. ഈ സ്കൂട്ടർ വിതരണം, ലാപ്ടോപ്പ് വിതരണം, തയ്യൽ മെഷീൻ വിതരണം, ഇതിൻ്റെ എല്ലാം നേതൃത്വം നൽകിയിരുന്നത് ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു. ഇവിടെ ഏതാണ്ട് 25-ലധികം സ്റ്റാഫ് അനന്തകൃഷ്ണൻ്റെതായിട്ടുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അനന്തകൃഷ്ണനെ ഈ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ KN ആനന്ദകുമാറൊക്കെ ഈ അറസ്റ്റിന് ശേഷം തള്ളിപ്പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് ഈ ഓഫീസിൽ വെച്ചാണ്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി അനന്തുവിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള രേഖകളടക്കം ഈ ഓഫീസിലുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ സംഘടനയ്ക്കും അതിൻ്റെ ഭാരവാഹികൾക്കും അനന്തകൃഷ്ണനെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം ഈ കേസിന്റെ ഭാഗമായി പ്രതിസ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നത്. ഇപ്പോൾ പോലീസ് ഈ ഓഫീസിനുള്ളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാ പ്രവർത്തനങ്ങളും നടന്നിരുന്നത് ഈ ഓഫീസ് കേന്ദ്രീകരിച്ചാണ്. ബിനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രേഖകൾ കടത്തിയ അശോക ഫ്ളാറ്റിന്റെ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. അവിടെയും തെളിവെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ്. എസ് രാഗിൻ അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, അവിടെയും ഈ തെളിവെടുപ്പ് തുടരുമോ? അല്പസമയത്തിനകം തന്നെ ഇവിടെ തെളിവെടുപ്പുണ്ടാകും. അശോക ഫ്ളാറ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ വിപുലമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തും. കാരണം 3 അപ്പാർട്ട്മെന്റുകൾ ഇയാൾ ഇവിടെ വാടകയ്ക്ക് എടുത്തിരുന്നു. ഇവിടെ നിന്നാണ് രേഖകൾ കടത്തിയത്. അറസ്റ്റിലായ ശേഷം ഇയാളുടെ സഹായികൾ സ്റ്റാഫാണ് രേഖകൾ കടത്തിയത്. ആ രേഖകൾ ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയും അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഒരു ചെറിയ തരത്തിൽ എന്ന രീതിയിൽ തന്നെ തുടങ്ങി അതിനുശേഷം വിപുലമായൊരു തട്ടിപ്പ് സംസ്ഥാന വ്യാപകമായി ഈ അനന്തകൃഷ്ണൻ നടപ്പാക്കി ാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തട്ടിച്ച പണം എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളവർ, മാത്രമല്ല അനന്തകൃഷ്ണന് മാത്രം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, ഇതിലൊരു മാസ്റ്റർ ബ്രെയിൻ ഇല്ലേ തുടങ്ങി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അങ്ങനെയാണ് KN ആനന്ദകുമാറിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം എത്തുന്നത്. ഇപ്പോൾ ഓൾറെഡി ആനന്ദകുമാറും ലാലി വിൻസെന്റും ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതിയാണ്, കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ എടുത്ത കേസിൽ അനന്തകൃഷ്ണനാണ് മുഖ്യപ്രതി. മാത്രമല്ല അവിടെ ചില NGOകളും അവിടെ പ്രതികളായി വന്നിട്ടുണ്ട്, NGOയിൽപ്പെട്ടവരും പ്രതികളായി വന്നിട്ടുണ്ട്. പക്ഷേ ഇവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ച് ഇവരും എല്ലാ കേസുകളിലും പ്രതികളായി വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തായാലും ആനന്ദകുമാർ പ്രതിയായി തന്നെ വരുമെന്ന് ഉറപ്പാണ്. അതോടൊപ്പം ലാലി വിൻസെന്റ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും വെളിപ്പെടുത്തലായി തന്നെ ഇതിനോടകം വന്നിട്ടുണ്ട്.